കോൺവെർസേഷൻസ് എന്നുള്ളത് എപ്പോഴും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലെ? നമ്മൾ എപ്പോഴും ഓർത്തു വെച്ചിരിക്കുന്നതും ഇത്തരത്തിലുള്ള കോൺവെർസേഷൻ ആയിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് ഒന്നും തന്നെ ആക്സിഡന്റലി സംഭവിക്കുന്നതല്ല. എന്ത്, എപ്പോ, എങ്ങനെ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി സംഭവിക്കുന്നതാണ്. ഒരു കോൺവെർസേഷൻ സൂപ്പർബ് ആക്കി മാറ്റാനായിട്ട് കീപ്പ് ചെയ്യേണ്ട 9 ടിപ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം തന്നെ ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്നുള്ളത് ഇതെല്ലാം നിങ്ങൾക്ക് തനിച്ച് തന്നെ ചെയ്യാനും പറ്റുന്നതാണ്. അതായത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കോൺവെർസേഷന് 3 ആസ്പെക്ട്സ് ആണ് ഉള്ളത്. 1 കോൺഫിഡൻസ്, 2 കണക്ഷൻസ്, 3 ആക്ഷൻ. സോ ദ ഫസ്റ്റ് പാർട്ട് ഈസ് കോൺഫിഡൻസ്. ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ 5 സെക്കൻഡിൽ തന്നെ ഡീപ്പർ വോയിസ് ഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്ങനെ എനിക്ക് എന്റെ വോയിസ് ഡീപ്പർ ആക്കി മാറ്റാം? നിങ്ങൾ നോർമലി വീട്ടിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ കൈ എന്നുള്ളത് നിങ്ങളുടെ ഈ പോർഷനിൽ വെച്ചുകൊണ്ട് ഹായ്, ഹലോ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഡീപ്പർ വോയിസ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ലാതെ ഞാനൊക്കെ ഒരു സമയത്ത് ചെയ്തിരുന്ന ഒരു പ്രാക്ടീസാണ്. ഈ കാര്യം ശ്രദ്ധിച്ചു കേട്ടോളൂ. അതായത് ആ എന്നുള്ള കാര്യം ഒന്നുകൂടി ലൗഡർ ആയിട്ട് പറയാം, ഒരുപാട് ശബ്ദത്തിലല്ല. ദാറ്റ് മീൻസ് ദെൻ ഈ എന്നുള്ള കാര്യവും പറയാം, ഈ. അതുപോലെ ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വോയിസ് എന്നുള്ളത് ഒന്നുകൂടി ഡീപ്പർ ആവാനായിട്ട് തുടങ്ങും. ഇത് നമ്മൾ എപ്പോഴെങ്കിലും ഒരിക്കൽ ചെയ്തത് കൊണ്ട് മാത്രമാവുന്ന കാര്യമല്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഒരു ഡീപ്പർ വോയിസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ തൊണ്ടയിൽ വേണ്ട വിധത്തിലുള്ള ഒരു വെള്ളം കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഇത് മാത്രമല്ലാതെ മറ്റൊരുപാട് എക്സസൈസ് ഉണ്ട്. ഇപ്പോൾ സ, രി, ഗ, മ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുന്നതാണെങ്കിലും അതൊരു സീരിയസ് ആയിട്ട് തന്നെ ഒരു ഡീപ്പർ ആയിട്ടുള്ള വോയിസിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഡീപ്പർ ആയിട്ടുള്ള ഒരു മെയിൽ ശബ്ദം കേൾക്കുന്നത് പെൺകുട്ടികൾക്കും അട്രാക്റ്റീവ് ആയിരിക്കും. 2 ലേൺ ടു മേക്ക് സം ഇൻട്രസ്റ്റ് ഇൻ യു. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക. കാരണം ഈ പറയുന്നത് നിങ്ങളുടെ കോൺവെർസേഷൻ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിനെ തന്നെ ഇമ്പാക്ട് ചെയ്യാൻ കഴിവുള്ള ഒന്നാണ്. ദാറ്റ് ഈസ് കോൾഡ് കോഗ്നിറ്റീവ് പ്രൈമിംഗ്. ഒരു കോൺവെർസേഷനിൽ നമ്മൾ കോഗ്നിറ്റീവ് പ്രൈമിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിക്ക് നമ്മൾ എന്തോ ഒരു സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പോകുന്നു എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പറയാൻ പോകുന്ന കോഗ്നിറ്റീവ് പ്രൈമിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. ഒന്ന്, കേൾക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഒരു ഇൻട്രസ്റ്റ് എന്നുള്ളത് ഉണ്ടാവും. രണ്ടാമത്, നിങ്ങൾ പറയുന്ന കാര്യം ഒന്നുകൂടി ഇന്റൻസിഫൈ ചെയ്യാൻ സാധിക്കും. സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു സ്ക്രീന് കാണിക്കുന്നുണ്ട്. ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കൂ. ഒരു കോൺവെർസേഷനിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ സെന്റൻസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ കോൺവെർസേഷൻ അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ എത്രത്തോളം കോഗ്നിറ്റീവ് പ്രൈമിംഗ് യൂസ് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങളുടെ കോൺവെർസേഷൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അടുത്തതാണ് ലേൺ ടു ലിസൺ വിത്ത് യുവർ ബോഡി. നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനും നിങ്ങൾക്ക് കൂടുതൽ റെസ്പെക്ട് ലഭിക്കാനും നിങ്ങൾക്ക് കൂടുതൽ ഫ്രണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർബ് ആയിട്ടുള്ള ഹാക്കാണ്. ഒരാൾ നിങ്ങളോട് സംസാരിക്കുകയാണ്, അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ബോഡി ലാംഗ്വേജും യൂസ് ചെയ്യാതെ ഇങ്ങനെ അനങ്ങാതെ നിന്ന് കേൾക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു കോൺവെർസേഷൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമോ? അവർക്ക് മാക്സിമം നിങ്ങളോട് ഓപ്പൺ അപ്പ് ആവാൻ തോന്നുന്നുണ്ടാവുമോ? ഒരു കണക്ഷൻ എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ടാവുമോ? നോ. പക്ഷേ നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്ന് തലയാട്ടി ഒന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിലോ അവർക്കും നിങ്ങളോട് ഒന്നുകൂടി സംസാരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ആവുന്നുണ്ടാവും അല്ലെ? എക്സ്പ്രസ് ത്രൂ ബോഡി ലാംഗ്വേജ് എന്നുള്ളത് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. നമ്മളുടെ ആക്ഷൻസ് വഴി തന്നെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതല്ല. നമ്മളുടെ കണ്ണ്, നമ്മളുടെ തല, എക്സ്പ്രസ് ത്രൂ ബോഡി ലാംഗ്വേജ് എന്നുള്ളത് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ്. ആളുകൾക്ക് റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കാൻ നല്ലൊരു താല്പര്യമാണ്. റിയാക്റ്റീവ് മീൻസ് നമ്മളുടെ കൈ കൊണ്ട് റിയാക്ട് ചെയ്യുക, ആ രീതിയിലുള്ള കാര്യങ്ങളല്ല. നമ്മളുടെ കണ്ണ് കൊണ്ട്, നമ്മളുടെ സ്മൈല് വെച്ച്, തല വെച്ച്, അതായത് നമ്മളുടെ ബോഡി ലാംഗ്വേജ് മാത്രമല്ലാതെ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് കൂടി യൂസ് ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന ആളുകൾക്ക് ഒന്നുകൂടി നാച്ചുറൽ ആയിട്ടും ഡൈനാമിക് ആയിട്ടും തോന്നുന്നുണ്ടാവും. ദ നെക്സ്റ്റ് വൺ ഈസ് കണക്ഷൻ. ചിലരുമായിട്ട് ഡീപ്പ് ആൻഡ് റിമാർക്കബിൾ കോൺവെർസേഷൻ ഉണ്ടാവുന്നത് പലപ്പോഴും അവരുമായിട്ട് ഒരു ഡീപ്പ് കണക്ഷൻ ബിൽഡ് ആവുമ്പോഴാണ്. ചില ടൈമിൽ കാലങ്ങളോളം മനസ്സിലുണ്ടാവുക ആ ടൈപ്പ് കോൺവെർസേഷൻസ് ആയിരിക്കും. ടിപ്പ് നമ്പർ 4 ഈസ് നെവർ റൺ ഔട്ട് ഓഫ് തിങ്സ് ടു
സേ. ഒരു കോൺവെർസേഷന്റെ ഇടയ്ക്ക് നിങ്ങൾ സ്റ്റക്ക് ആവുകയാണെങ്കിൽ ലേൺ ടു പിക്ക് ദെയർ പീക്ക് എമോഷൻ. അതായത് നിങ്ങൾ ഒരു വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ പറയുകയാണ് ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡാണ്, എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ പറയുകയാണ്. സോ അപ്പോൾ അവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഓപ്ഷൻ നമ്പർ 1, അതെയോ ശരി എന്നാൽ നമുക്ക് പോവാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ വെച്ച് ആ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ ചെയ്യുന്നതിലൂടെ ആ ഒരു കോൺവെർസേഷൻ എന്നുള്ളത് കംപ്ലീറ്റ്ലി, ഒരു സ്ട്രേഞ്ചർ ഒക്കെ ആണെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ എന്നുള്ളത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആവുകയാണ്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ അവരിൽ നിങ്ങളുമായിട്ട് ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ടാക്കും. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്റ്റക്കായി പോകുന്നുണ്ടാവില്ല. ആൻഡ് യു ക്യാൻ മേക്ക് കണക്ഷൻ വിത്ത് anyone. Number 5 is handle negative conversations right. ഒരാൾ ഒരു കാര്യം പറയുകയാണ്, സംതിങ് നിങ്ങളെ പറ്റി എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട്. അപ്പൊ നിങ്ങൾ യെസ് ബ്ലാങ്ക്, ഈ പറഞ്ഞ യെസ് ബ്ലാങ്ക് എന്നുള്ളത് ഒരു നെഗറ്റീവ് കോൺവെർസേഷൻ ഈസി ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള ഒരു സ്മാർട്ട് വഴിയാണ്. ബ്ലാങ്കിലേക്ക് യു നീഡ് ടു പുട്ട് യുവർ അക്നോളജ്മെന്റ്. നോർമലി ഒരു നെഗറ്റീവ് കോൺവെർസേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുകയോ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുകയോ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇത്തരത്തിൽ ബിഹേവ് ചെയ്യുന്നത് ഓപ്പോസിറ്റുള്ള ആളുമായിട്ട് ഒരു കണക്ഷൻ എന്നുള്ളത് തന്നെ നഷ്ടപ്പെടാൻ കാരണമാവും. പക്ഷേ നിങ്ങൾ അവരാ കാര്യം പറയുന്ന സമയത്ത് യെസ് ശരിയാണ്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോൺവെർസേഷനെ തന്നെ ഒരു പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി നമ്മളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഞാൻ നിനക്ക് വാട്സപ്പിൽ ഇത്രയും മെസ്സേജ് ചെയ്തിട്ടും നീ റെസ്പോണ്ട് ചെയ്തില്ല, നീ ചെയ്തത് തെറ്റായി പോയി എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ യെസ് അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു, പക്ഷെ ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ന രീതിയിൽ നിന്നതുകൊണ്ടായിരുന്നു, അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ്റെ നടുവിൽ നിന്നതുകൊണ്ടായിരുന്നു, ഞാനത് ചെക്ക് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്നുള്ളത് അതായിരുന്നു എന്ന് പറയാണ്. സോ നിങ്ങൾ അതെ ശരിയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ അതെ ശരിയാണ് എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് തന്നെ അവരുടെ ഒരു മെന്റലി ഉണ്ടായിരുന്ന ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, കംപ്ലീറ്റ്ലി നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നതിനുള്ള ടെൻഡൻസി ഉണ്ടല്ലോ, അതൊരു 70% പോയിട്ടുണ്ടാവും. 6th one, ഹൗ വുമൺ വാണ്ട് ടു ടോക്ക് ടു. അതായത് നമ്മൾ നോർമലി ഒരു പെൺകുട്ടിയോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരു മസ്കുലിൻ എനർജിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സബ്ജക്റ്റീവായിട്ട് പറഞ്ഞു തീർക്കുക എന്നുള്ളത്. പക്ഷെ വുമൻസിനോട് ഒന്നുകൂടി ഒരു ഫെമിനിൻ എനർജിയിലാണ് സംസാരിക്കേണ്ടത്. ചില സമയത്ത് പെൺകുട്ടികളെ തന്നെ പറയുന്നുണ്ടാവും, എനിക്ക് നിന്റെ വൈബുമായി മാച്ചായി, ഒന്ന് എനിക്ക് നിന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ. ആക്ച്വലി അവർ കണക്ട് ആവുന്നത് നിങ്ങളിലെ ആ ഒരു ഫെമിനിൻ എനർജിയോടായിരിക്കും. ഹൗ യു ടോക്ക് എന്നുള്ള കാര്യം നോർമലി നമ്മൾ ആണുങ്ങൾ എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്രിസ്പായിട്ട് പറഞ്ഞു തീർത്തു അടുത്ത ജോലി എന്നുള്ള രീതിയിലായിരിക്കും മെജോറിറ്റി ഓഫ് ആണുങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഉള്ളതല്ലാതെ ഫീമെയിൽസിനോട് സംസാരിക്കുന്ന സമയത്ത് ആൻഡ് ആൾസോ ഇഫ് യു വാണ്ട് ടു അട്രാക്ട് ദം ആ ഒരു ഫെമിനിൻ എനർജി എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പൊ നമ്മൾ കോൺവെർസേഷന്റെ 2 ആസ്പെക്ട്സ് ആണ് നോക്കിയത്. അടുത്ത് 3ാമതാണ് ആക്ഷൻ. ആക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ലിസണിങ് സ്കിൽ. ലിസണിങ് സ്കില്ല് നമ്മുടെ ഓവറോൾ ഹാപ്പിനെസ് തന്നെ ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അതായത് നമ്മളൊരു വ്യക്തിയെ പ്രോപ്പറായിട്ട് ലിസൺ ചെയ്യുന്നത് അവർക്ക് അതിൽ നിന്ന് അവർക്കൊരു ഹാപ്പിനെസ് കിട്ടും എന്നതിലുപരി നമ്മളുടെ വെൽബീയിങ്ങിന് കൂടി അത് കാരണമാവും. റിസർച്ചിലാണെങ്കിലും പറയുന്നത് 1 ക്വാളിറ്റി കോൺവെർസേഷൻ ഇൻ എ ഡേ എന്നുള്ളത് തന്നെ നമ്മുടെ ഹാപ്പിനെസ് ലെവല് നല്ല രീതിയിൽ തന്നെ ഇംപ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ലോവർ യുവർ സ്ട്രെസ് ലെവൽ ടു. ഫേസ് ടു ഫേസ് കൺവെർസേഷൻ ആണ് എന്നും എഫക്റ്റീവായി നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരു ഫോൺ കോൾ ക്യാൻ ആൾസോ മേക്ക് യു ഹാപ്പി. നമ്പർ 8, ലേൺ ഹൗ ടു യൂസ് യുവർ ഹാൻഡ്സ്. അതായത് നിങ്ങൾ ഹാൻഡ് ഗസ്റ്റേഴ്സ് വഴി സംസാരിക്കുന്ന സമയത്ത് കേൾക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ കൂടുതൽ മെമ്മറൈസബിൾ ആയിരിക്കും. കൂടാതെ നിങ്ങളെ അവർക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഗസ്റ്റേഴ്സ്. നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ഹെഡ് മൂവ്മെന്റ് എങ്ങനെയാണ്, നിങ്ങളുടെ കൈ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ ഒരു കോൺവെർസേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മുൻപ് പറഞ്ഞ പോയിന്റ് പോലെ തന്നെ ഇതും ആളുകൾക്ക് നിങ്ങൾ ഹൈലി സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാനും നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാനും നിങ്ങളൊരു അതോറിറ്റി പേഴ്സൺ ആയിട്ട് മാറാനും
നിങ്ങളുടെ കോൺഫിഡൻസ് ഷോ ചെയ്യാനും ഒക്കെ ഹൈലി ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അടുത്തതായിട്ട് നിങ്ങളൊരു കോൺവെർസേഷൻ ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇനി ഫർദറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ കമൻറ്റിൽ അറിയിക്കുക. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.